ആയുർവേദത്തിൽ ഋതുചര്യയെക്കുറിച്ചും ദിനചര്യയെക്കുറിച്ചും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഋതുചര്യയിലാണ് കർക്കിടക മാസചര്യ ഇല്ലെങ്കിൽ വർഷകാല ചര്യകൾ നമ്മൾ ആചരിക്കുന്നത്. ദിനചര്യയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ദിനവും ചെയ്യുന്നുണ്ട്. പക്ഷേ അഭ്യംഗം അല്ലെങ്കിൽ എണ്ണ തേപ്പ് എന്നുള്ളതൊരു കാര്യം നമ്മൾ ദിനചര്യയിൽ ദിനവും ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ വർഷകാല ചര്യയിൽ ഈ അഭ്യംഗം ദിനവും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ദിനവും അഭ്യംഗം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ അത് മൂർധാവ് അല്ലെങ്കിൽ നിറക, നമ്മുടെ ചെവി, കർണം, അതുപോലെ ഉള്ളം കാലിൻ്റെ മധ്യഭാഗത്ത്, പാദത്തിൻ്റെ ഉള്ളിൽ മധ്യഭാഗത്തായിട്ട് ഈ 3 സ്ഥലങ്ങളിലും ദിവസവും അഭ്യംഗം അല്ലെങ്കിൽ എണ്ണ തേപ്പ് വേണം എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ഈ വർഷകാല ചര്യയിൽ പ്രത്യേകിച്ചും ആവശ്യമാണ്. കാരണം വാദം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് കാലുവേദന, അതുപോലെ സന്ധിവേദനകൾ ഒക്കെ ഉള്ള ഒരു സമയമാണ് ഈ വർഷകാലം. പ്രത്യേകിച്ച് തണുപ്പടിക്കുമ്പോൾ കാലുവേദനയൊക്കെ വരുന്നവർക്ക് എണ്ണ അല്പം ചൂടാക്കി ഉള്ളംകാലിൽ തടവി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് തുടച്ചു മാറ്റുകയോ ചൂടുവെള്ളത്തിൽ കഴുകി മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം കാണാറുണ്ട്. അത് അവിടുത്തെ വാദശമനമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇല്ല, ദിനചര്യയിൽ ദിവസം കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ 3 സ്ഥലങ്ങളിൽ എണ്ണ വെക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ശരീരത്തിൽ ഒഴിച്ച് കുളിക്കാവുന്നതാണ്. അതുപോലെ ദേഹത്തഭ്യംഗം ചെയ്യാനായിട്ടും ആചാര്യം പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അത് ചെയ്യേണ്ട രീതി, നിങ്ങൾ എങ്ങനെയാണ് അഭ്യംഗം അല്ലെങ്കിൽ ശരീരത്തിൽ എണ്ണ തേക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക്